ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 എക്സസൈസ് സെറ്റ് 3.1 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ മെർച്ചൻ്റ് ഇൻ ദ പോർട്ട് സിറ്റി ഓഫ് ലോത്തൽ ഈസ് എക്സ്ചേഞ്ചിങ് ബാഗ്സ് ഓഫ് സ്പൈസസ് ഫോർ കോപ്പർ ഇൻഗോട്ട്സ്. അപ്പോൾ ലോത്തൽ സിറ്റി എന്ന് പറയുന്ന ഒരു പോർട്ട് സിറ്റിയാണ്. അപ്പോൾ ആ സിറ്റിയിലെ ഒരു മെർച്ചൻ്റ് സ്പൈസസ് ബാഗുകൾക്ക് പകരം എന്ത് കൊടുക്കുന്നു? കോപ്പർ ഇൻഗോട്ട്സ്, അതായത് കോപ്പർ കഷ്ണങ്ങൾ, ചെമ്പ് കഷ്ണങ്ങൾ കൊടുക്കുന്നു. ഹി റിസീവ്സ് 15 ഇൻഗോട്ട്സ് ഫോർ എവരി 2 ബാഗ്സ് ഓഫ് സ്പൈസസ്. അപ്പോൾ ഓരോ 2 ബാഗ് സ്പൈസസിനും പകരം അയാൾ 15 ഇൻഗോട്ട്സ് അയാൾക്ക് ലഭിക്കുന്നു. അപ്പോൾ 2 ബാഗ് സ്പൈസസിന് പകരം അയാൾക്ക് 15 ഇൻഗോട്ട്സ് അയാൾക്ക് ലഭിക്കും. ഇഫ് ഹി ബ്രിങ്സ് 12 ബാഗ്സ് ഓഫ് സ്പൈസസ് ടു ദ മാർക്കറ്റ്, ഹൗ മെനി കോപ്പർ ഇൻഗോട്ട്സ് വിൽ ഹി ലീവ് വിത്ത്? അപ്പോൾ അയാൾ മാർക്കറ്റിലേക്ക് 12 ബാഗ്സ് ഓഫ് സ്പൈസസ് കൊണ്ടുവരികയാണെങ്കിൽ എത്ര കോപ്പർ ഇൻഗോട്ട്സ് അയാളുടെ കൈവശം ഉണ്ടാകും, അല്ലെങ്കിൽ അയാളുടെ കൈവശം വെക്കുമെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 ബാഗ്സ് ഓഫ് സ്പൈസസിന് അയാൾക്ക് എത്ര ഇൻഗോട്ട്സ് ആണ് ലഭിക്കുക? 15 ഇൻഗോട്ട്സ് ആണ് ലഭിക്കുക, അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? ഫോർ 2 ബാഗ്സ് ഓഫ് സ്പൈസസ് ദി മെർച്ചൻ്റ് ഗെറ്റ്സ് 15 കോപ്പർ ഇൻഗോട്ട്. അങ്ങനെയാണെങ്കിൽ 1 ബാഗ് ഓഫ് സ്പൈസസിന് പകരം അയാൾക്ക് എത്ര കോപ്പർ ഇൻഗോട്ട്സ് കിട്ടുമെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർ 1 bag of spices the merchant gets, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2 ബാഗ്സിന് 15 കോപ്പർ ഇൻഗോട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 ബാഗിന് എന്ത് ചെയ്യണം? 15/2 കോപ്പർ ഇൻഗോട്ട്സ് അയാൾക്ക് ലഭിക്കും. അപ്പോൾ ഈ 15 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ബാഗിൻ്റെത് നമുക്ക് കിട്ടും. ആ 1 ബാഗിൻ്റെത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് 12 ബാഗ്സിൻ്റെത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ thus for 12 bags the number of ingots is equal to, എന്ത് ചെയ്യണം? 12 ബാഗിൻ്റെ കണ്ടുപിടിക്കാൻ 1 ബാഗിന് കിട്ടിയ കോപ്പർ ഇൻഗോട്ട്സിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12 ബാഗ്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന നമ്പർ ഓഫ് ഇൻഗോട്ട്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 15/2 × 12. 2ഉം 12ഉം കൂടെ ക്യാൻസലായി ഇവിടെ 6 ആവും. 15 × 6 that is 90. Therefore the merchant will leave with 90 copper ingots. അപ്പോൾ ആദ്യം നിങ്ങൾ 1 ബാഗിന് കിട്ടുന്ന കോപ്പർ ഇൻഗോട്ട്സ് എത്രയാണ് എന്ന് നോക്കുക. ആ കിട്ടുന്ന ആൻസറിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ബാഗ്സിന് അദ്ദേഹത്തിന് കിട്ടുന്ന കോപ്പർ ഇൻഗോട്ട്സ് നമുക്ക് കിട്ടും. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ സീക്വൻസ് ഓഫ് ദി നമ്പേഴ്സ് ഓൺ ദി കോളം ഓഫ് ദി ഇഷാങ്കോ ബോൺ 11, 13, 17, 19. വാട്ട് ഡു ദീസ് നമ്പേഴ്സ് ഹാവ് ഇൻ കോമൺ? ലിസ്റ്റ് ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ് ദാറ്റ് ഫിറ്റ് ദിസ് പാറ്റേൺ. അപ്പോൾ ഇവിടെ ഇഷാങ്കോ ബോൺസിലെ ഒരു കോളത്തിൽ 10നും 20ക്കും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സാണ് മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുകൊണ്ടാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻസ് മാത്രം എടുത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം 10നും 20ക്കും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 11, 13, 17, 19. ഇതിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ് എന്ന് നമ്മൾ പറയണം. അപ്പം 11ഉം 13ഉം 17ഉം 19ഉം എങ്ങനെയുള്ള നമ്പേഴ്സാണ്? പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് 1ഉം നമ്പർ ഇറ്റ്സെൽഫും മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? 1 മാത്രമായിരിക്കും, അല്ലേ? ദ നമ്പർ 11, 13, 17 and 19 are prime numbers that have only 2 factors, 1 and itself. ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പം ഈ നമ്പറിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്? 1 മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. ലിസ്റ്റ് ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ് ദാറ്റ് ഫിറ്റ് ദിസ് പാറ്റേൺ. അപ്പോൾ ഈ പാറ്റേണിൽ ഫിറ്റ് ആകുന്ന അടുത്ത 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് 3 പ്രൈം നമ്പേഴ്സ് ആഫ്റ്റർ 19 ആർ, ഏതൊക്കെയാണ്? 19 കഴിഞ്ഞ് അടുത്തത് വരുന്നത് 23,
അടുത്തത് 29, അടുത്തത് 31. അടുത്ത ക്വസ്റ്റ്യൻ, വി നോ ദാറ്റ് natural numbers are closed under addition. The sum of any two natural numbers is always a natural number. Are they closed under subtraction? Provide a couple of examples to justify your answer. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ് എന്ന് നമുക്കറിയാം. അതായത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് തന്നെ കിട്ടും. അപ്പോൾ സബ്ട്രാക്ഷനിൽ അങ്ങനെയാണോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? സബ്ട്രാക്ഷനിൽ അങ്ങനെയാണോ? അല്ല. സബ്ട്രാക്ഷനിൽ രണ്ട് നാച്ചുറൽ നമ്പേഴ്സിനെ സബ്ട്രാക്റ്റ് ചെയ്താൽ നാച്ചുറൽ നമ്പർ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നാച്ചുറൽ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. എക്സാമ്പിൾസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. 6 - 4. 6 - 4 ചെയ്താൽ നമുക്ക് 2 ആണ് കിട്ടുന്നത്. 2 എന്താണ്? 2 ഒരു നാച്ചുറൽ നമ്പറാണ്. അടുത്തത് 4 - 6. 4 - 6 ചെയ്താലോ നമുക്ക് -2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്തല്ല? നാച്ചുറൽ നമ്പർ അല്ല, നോട്ട് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ നോക്കിയേ, സബ്ട്രാക്ഷൻ ക്യാൻ ഗിവ് എ നെഗറ്റീവ് നമ്പർ, സോ ദ നാച്ചുറൽ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ. അടുത്തത് 4th ക്വസ്റ്റ്യൻ, ആൻഷ്യൻറ്റ് ഇന്ത്യൻസ് യൂസ് ദ ജോയിൻറ്റ്സ് ഓഫ് ദെയർ ഫിംഗേഴ്സ് ടു കൗണ്ട്, എ പ്രാക്ടീസ് സ്റ്റിൽ സീൻ ടുഡേ. ഈച്ച് ഫിംഗർ ഹാസ് 3 joints and the thumb is used to count them. How many can you count on the hand? How does this relate to the ancient base 12 counting systems? അപ്പോൾ അതൊക്കെ നമ്മൾ ഫിംഗർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൗണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഒരു ഫിംഗറിൽ 3 joints ആണുള്ളത് അല്ലേ? എ ഫിംഗർ ഹാസ് 3 joints. അപ്പോൾ തമ്പ് നമ്മൾ എന്ത് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? അതിനെ കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ തമ്പ് യൂസ് ചെയ്യും. തമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഫിംഗറാണ് ഉള്ളത്? 4 ഫിംഗേഴ്സാണുള്ളത്. അപ്പം ആ 4 ഫിംഗറിലും 3 joints വെച്ചുണ്ട്. അപ്പം മൊത്തം എത്ര വരും? ടോട്ടൽ ജോയിൻസ് 12 വരും. നമ്മുടെ ആൻസർ എങ്ങനെ എഴുതാം? ഈച്ച് ഫിംഗർ ഹാസ് 3 joints. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന ഫിംഗേഴ്സ് എത്രയാണ്? തമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ബാക്കി 4. അപ്പം നമ്പർ ഓഫ് ഫിംഗേഴ്സ് യൂസ്ഡ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ടോട്ടൽ ജോയിൻസ് എന്ത് വരും? ടോട്ടൽ ജോയിൻസ് ഈസ് ഈക്വൽ ടു 4 ഫിംഗേഴ്സ് ഉണ്ട്, ഒരു ഫിംഗറിന് 3 joints വെച്ചുണ്ട്. അപ്പോൾ മൊത്തം 12 വരും. അപ്പോൾ നമുക്ക് ഹൗ മെനി ക്യാൻ യു കൗണ്ട് ഓൺ 1 hand? ഒരു ഹാൻഡ് കൊണ്ട് നമുക്ക് എത്ര കൗണ്ട് ചെയ്യാനായിട്ട് കഴിയും? സോ വി ക്യാൻ കൗണ്ട് അപ് ടു 12 യൂസിങ് 1 hand. അടുത്തെന്താ? ഹൗ ഡസ് ദിസ് റിലേറ്റ് ടു ദി ആൻഷ്യൻ ബേസ് 12 കൗണ്ടിങ് സിസ്റ്റം? ഒന്നിക്കെ ഒരു ഹാൻഡിൽ നമുക്ക് 12 വരെ കൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് നാച്ചുറലി എന്ത് ചെയ്യുന്നു? ബേസ് 12 കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ഓക്കെ. ആൻഷ്യൻ ടൈമിൽ അവർ ഇങ്ങനെയായിരുന്നു കൗണ്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ എക്സസൈസ് സെറ്റ് 3.1 ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്ത എക്സസൈസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.